സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്ന് ഞാനാണെങ്കിൽ ഒരു വീഡിയോ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ഒരു കളി സ്റ്റാർട്ട് ചെയ്ത റൗണ്ട് CS റാങ്ക്. സോ അപ്പോൾ ആദ്യത്തെ ഒരു കളി റേസ് നിങ്ങൾ കാണാൻ പോകുന്നത് അതാണെങ്കിൽ ഒരു അടിപൊളി പറഞ്ഞാൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്കാണെങ്കിൽ PC കളിച്ച അത്രയ്ക്ക് ശീലമില്ല. നമ്മൾ ഫോൺ പ്ലെയർ ആയ സ്ഥിതിക്ക് PC കളിച്ചതിന് ശേഷം എന്തൊക്കെ നടന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ വേറൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഏകദേശം 53 ലെവലുള്ളത്. അതിലായിരുന്നു ഗൈസ് ഞാൻ ഫസ്റ്റ് കളിച്ച്. പക്ഷെ അതിലൊന്നും കുഴപ്പമില്ല. ഞാനപ്പോൾ എൻ്റെ ന്യൂബ് അക്കൗണ്ടിൽ കയറി ഒന്ന് കളിച്ചു. ന്യൂബ് അക്കൗണ്ട് പറഞ്ഞാൽ കുറച്ച് ലെവൽ കുറവാണ്, പക്ഷെ അതിൽ നല്ല അടിപൊളി ഇമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാറൂട്ടോൻ്റെ റീ ആനിമേഷൻ ജുഡ്സ് മുതൽ നല്ല അടിപൊളി ഇമോട്ട് അതിലുള്ള അക്കൗണ്ടായിരുന്നു. സോ അതിലാണെങ്കിൽ ഞാൻ CS റാങ്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാനുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഗിൽഡിലത്ത് വേറൊരു മെമ്പറും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെറുതെ ഒന്ന് കളിച്ച് നോക്കി, വെറുതെ ആയിപ്പോയി എന്നൊക്കെ തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അപ്പുറത്തെ ഹേക്കറ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമ്മൾ കാര്യം കഴിഞ്ഞു. അതേപോലെയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ടാർഗറ്റ് ലൈക്ക് എന്ന് പറയുന്നത് ഒരു 100 ലൈക്കാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ നമ്മളാണെങ്കിൽ ഏകദേശം ഒരു 18 ലെവലോ 20 ലെവലൊക്കെ ഉള്ളൂ. 18 ലെവലാണ് ഗൈസ് ഈ ഒരു അക്കൗണ്ടിന്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് വെച്ച് നമ്മൾ കളിച്ചതാണ്. ഇനി ഈ 4x എയിംബോട്ട് കണ്ടുള്ളവൻ ഹേക്കറാണോ എന്ന് എനിക്കറിയില്ല ഗൈസ്. ഓക്കെ, അതാണെങ്കിൽ കുറേ നോക്കിയിട്ട് മനസ്സിലാവില്ല, പക്ഷെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പിന്നെ ഹേക്കറിനൊക്കെ അടിച്ചിട്ടു. പിന്നെ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ് നമ്മൾ മെയിൻ അക്കൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. പിന്നെ നമുക്ക് AW കൊണ്ടൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രാക്ടീസിന് വേണ്ടി ഒരു അക്കൗണ്ട് നമ്മുടെ PC സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ മെല്ലെ മെല്ലെ കളിച്ച് വന്നിരുന്നു. അപ്പോഴാണ് ഗൈസ് ഇതുപോലെ ഹേക്കർ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറേ ഹേക്കർ വന്നിട്ടുണ്ട്, പക്ഷേ അതൊന്നും തോന്നിയില്ല ഇത്രയും ഡേഞ്ചറായിട്ട്. എന്നാലും ഒരു അക്കൗണ്ട് ബാനാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഗൈസ്, ഒരു ഹാക്ക് യൂസ് ചെയ്യാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഗരീനക്കാർ ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ബാനാക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ അക്കൗണ്ട്. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഗൈസ് നമ്മുടെ ന്യൂബ് അക്കൗണ്ട് ആയത് കാരണം വലിയ പ്ലെയേഴ്സൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും ഇങ്ങനെയൊക്കെയായിരുന്നു കളിക്കുക. പിന്നെ മൊബൈലിൽ കളിക്കുമ്പോഴായിരുന്നു നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ കളിക്കാറ്. സോ എന്തായാലും ഹേക്കർ ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? ഇനി കാണിച്ചു തരാം ഗൈസ്, എന്നെ അടിച്ചടി അങ്ങനെ ഞാൻ നേരെ കാണിച്ചു തരാം. ഞാനാണെങ്കിൽ എലിമിനേഷൻ റീപ്ലേ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, കണ്ടില്ലേ എന്താ അടിയാണ് അടിക്കുന്നത്? കണ്ടില്ലേ ഗൈസ്? ഇതാണ് ഞാൻ പറഞ്ഞത്, ഹേക്ക് എന്നൊക്കെ പറഞ്ഞ ഗൈസ് നമ്മളെപ്പോലെയുള്ള സാധാ ഫെയർ പ്ലേയേഴ്സ് ഉണ്ടല്ലോ ഗൈസ്, വെറും വേസ്റ്റാ തോന്നും. കാണിക്കുന്ന നോക്ക് ഗൈസ്, അതിൻ്റെ ഓരോ കളികൾ കണ്ട ഫ്രീ ഫയർ നിർത്തിയിട്ട് പോകാൻ തന്നെ തോന്നും. ഇപ്പൊ ഈ ന്യൂബ് അക്കൗണ്ട് പോയത് കാരണം പിന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അത് കാരണം പിന്നെ സീനില്ല. ഗൈസ് അപ്പുറത്തെ ടീമാണെങ്കിൽ ഫുള്ള് സ്കാർ കൊണ്ടൊക്കെ നല്ല കളിയാണ് ഗൈസ്. നമ്മുടെ ഇമ്പോർട്ടാണെങ്കിൽ കളിക്കാനൊക്കെ നോക്കി, പക്ഷെ നടക്കുന്നില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ നല്ലോണം ബൂയ സ്ട്രൈക്കുള്ള പ്ലെയേഴ്സ് ഉണ്ട്. 10-10-7 നമുക്ക് ബൂയ സ്ട്രൈക്കൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ പോയി. ഓക്കെ, ഇതാ വേറെ ഒരുത്തം ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, എയ്സ് ഗൈസ് അവൻ തന്നെ തോന്നുന്നു ഗൈസ് 3 തവണയും എയ്സ് തന്നെ എടുത്തിട്ടുണ്ട് അവൻ. കണ്ടില്ല ഗൈസ്, എന്തായാലും ഒരു ഹാക്കിൻ്റെ ഒക്കെ ലെവലാണ്. ഈ കളി എന്താവണാവും ഗൈസ്? ഈ കളിയാണെങ്കിൽ ഞാൻ ഇന്നലെ കളിച്ചതാണ്. പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്തത് ഇന്നലെയാണ്, വോയിസ് കൊടുക്കുന്നത് ഇന്നാണ് ഗൈസ്. ഓക്കെ, അപ്പം നമ്മളെ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ നല്ല വീഡിയോസും കൊണ്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രീ ഫയർ ഒക്കെ നല്ല കളിക്കുന്ന അത്യാവശ്യം നല്ല പ്ലെയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്ക് റാങ്ക് ഒക്കെ പുഷ് ചെയ്ത് കളിക്കാനാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഫസ്റ്റത്തെ എയിംബോട്ട് കളിയിൽ നിന്ന് പോയിട്ടുണ്ട്. നോക്കായുണ്ട് ഗൈസ്, നെക്സ്റ്റ് ഞാനാ നോക്കാം. ഓക്കെ, ഞാൻ കണ്ടിട്ടും കൂടി ഇല്ല ഗൈസ്, എവിടെന്നാ അടിച്ചു. ഓക്കെ കണ്ടില്ല ഗൈസ്, വീണ്ടും എയ്സ് എടുത്തിട്ടുണ്ട് മുപ്പരാള്. ഇനി നമ്മളെ റിപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ വേണ്ട എന്നൊക്കെ വിചാരിച്ച് ഇനിയാണ് തുടങ്ങാനായിട്ട് പോകുന്നത്. കളി ഇനി കണ്ടോ ഗൈസ് ഞാൻ എന്താ ചെയ്യാൻ പോണത്? ജസ്റ്റ് ഞാൻ അവൻ്റെ ID നോക്കി,
ഐഡിയ ഒക്കെ നോക്കി ഞാൻ ജസ്റ്റ് അവരിനെ റിപ്പോർട്ട് അടിക്കാൻ വിചാരിച്ചിട്ട് ജസ്റ്റ് 16 കില്ല് കൈസ്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. ഞാൻ അവർ 2 ലൈവ് കണ്ടുള്ള ആ യൂട്യൂബർ ആവുന്നു. അപ്പൊ ഞാൻ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഹാക്കറിനെ റിക്വസ്റ്റ് ഇട്ട് എന്നാ പിന്നെ റിപ്പോർട്ടും കൂടി അടിക്കാന്നും വിചാരിച്ച് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ച്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ലോബിക്ക് വരുന്നതിന് മുമ്പ് നോക്കിയ കാഴ്ച എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് ഇതാണ്. യുവർ അക്കൗണ്ട് ഈസ് ബാനഡ്. ഇനി എന്ത് ചെയ്യും ഗൈസ് ഞാൻ നോക്ക്. അപ്പോൾ ഓക്കെ കൊടുത്തു. നമ്മുടെ 18 ലെവലേ ഉള്ളൂ. അത് കാരണം പിന്നെ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോതാ ഓനെ നമ്മുടെ പ്രൊഫൈല് നോക്കണ്ട ടൈസ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാരണം അങ്ങനെ വെച്ചതാണ്. 6 ദിവസത്തേക്കേ പോയിട്ടുള്ളൂ. എന്നാലും ഇങ്ങനെ അല്ല ബാനേൻ്റെ കാര്യം ഒന്നുമില്ല. വെറുതെ ഗൈസ് നോക്ക് എന്താ നോക്ക് ഗൈസ്. ഇനി അടുത്തത് കാണിച്ചരാ. ഇതിലും മേലെ അടുത്തതാ വരാൻ പോണ്. കണ്ടോ ഗൈസ്. ഗൈസ് അപ്പൊ അതൊന്നും സീനില്ല. നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ ഞാൻ കയറി കളിക്കാന്നൊക്കെ വിചാരിച്ച് അവൻ കളിക്കാൻ പോണേ. ഓക്കെ നമ്മളെ USB ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാ ഞാൻ അത്രയ്ക്ക് വലിയ പ്രോയൊന്നും അല്ല. PC നേരെ കളിക്കാനും കിട്ടില്ല. ഓക്കെ റെക്കോർഡ് ചെയ്യട്ടെ. പോയിക്കോ ആളെ ഭാഗ്യം പോയില്ല. Double takedown. ഉറപ്പിച്ചു. അവനെങ്ങനെ ഇടിച്ചു നോക്കട്ടെ. Double takedown. Your deepest fear always catches up to you. ഗൈസ് ഓക്കെ കണ്ടില്ലേ ഗൈസ്. അപ്പൊ അവളെ മെയിൻ അക്കൗണ്ടില് വെറുതെ കയറിയതാണ്. നമുക്ക് ഇപ്പൊ തന്നെ പറയാം ഗൈസ്. ഈ വീഡിയോ കണ്ടിട്ട് ആരും ന്യൂബേന്നൊന്നും കമന്റ് ചെയ്യണ്ട. നമുക്ക് PC നേരെ കളിക്കാനാവില്ല. അത് സത്യം തന്നെയാണ്. ഓക്കെ നമ്മൾ ഇടയ്ക്ക് കളിക്കും ചില സമയത്ത്. ഇപ്പൊ നമ്മുടെ കീബോർഡ് അതുപോലെ തന്നെ ലാപ്ടോപ്പ് PC അതൊക്കെ നമ്മൾ ഫുള്ള് മാറ്റിയെടുത്തു. അതിൻ്റെ ഇടയിലാണ് ഗൈസ് നമ്മുടെ കളിയൊക്കെ മിസ്സായത്. സെറ്റിങ്സ് ഒന്നും കറക്റ്റായി കിട്ടിയിട്ടില്ല നമുക്ക്. സോ ഇനി എന്താ രണ്ടാമത്തെ റൗണ്ട് എന്നൊക്കെ ഓർമ്മയില്ല. ഇനി എന്താവണോ പോയിസ്. ഹാക്കർമാരുടെ പുരോഗതി തുടങ്ങുമ്പോ ഇല്ലേന്ന് കാണാം. ഓപ്പോസിറ്റ് വന്നു ടീമില്. പണി തുടങ്ങി. First doom. കണ്ടില്ലേ ഓരോരുത്തരും ചറവറയെന്ന് നോക്കായിക്കൊണ്ടിരിക്കണേ. ഇത് കണ്ടില്ലേ ഫുൾ ഹാക്കർ ടീം. ഫുൾ ഹാക്കർ അല്ല പക്ഷെ ഡബിൾ ഹാക്കറാണ്. അവനാണ് ഗൈസ് ഹാക്കർ. റിപ്പോർട്ടൊക്കെ ചെയ്തു പക്ഷെ കാര്യമില്ല. എന്ത് ചെയ്യാനാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഈ എല്ലാ കളിയും പട്ടത്ത് പോയിട്ടുണ്ട്. നമുക്ക് ഒരു കളി പോലും നേരെ കളിക്കാനും പറ്റിയില്ല, എടുക്കാനും പറ്റിയില്ല. സോ അപ്പൊ നമ്മുടെ ഇത് ഫസ്റ്റത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യണം എനിക്കില്ല ഗൈസ്. പക്ഷെ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ വന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ലൈവും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഓക്കെ അപ്പൊ റോഡ് ടു 10K സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കമന്റ് ചെയ്യുക. ഓക്കെ ഞാൻ തന്നെ കേറി കളിക്കേണ്ടി വരുമല്ലോ. ഭാഗ്യം ന്യൂബ് അക്കൗണ്ട്